ഹായ് ഓൾ വെൽക്കം ടു പാൻ ആൻഡ് പോട്ട്. അങ്ങനെ നമ്മളെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവ്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, കുറച്ച് വെള്ളം ഇത്ര ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബാറ്റർ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെക്കാം. എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാൻ നമ്മൾ മാവ് ഇതുപോലെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ച ഉടനെ ഇതിങ്ങനെ പൊങ്ങി വരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് നമുക്ക് ഇതങ്ങ് കോരി മാറ്റാം. ഇതുപോലത്തെ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന് അരിപ്പക്കയിൽ നിന്നാണ് പറയുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ താഴെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് വരും. ഇതാണ് ബൂന്തി. ഇത് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ നമുക്ക് കോരിയെടുക്കാം. കുറേ സമയം ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ക്രിസ്പി ആയി പോകും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ബാറ്ററും യൂസ് ചെയ്ത് ബൂന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാൻ വയ്ക്കാം. നമ്മളെ പാനി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണ്ട, പക്ഷെ നല്ലപോലെ തിളച്ച് ഒരു തടിപ്പ് വന്ന് തുടങ്ങണം. അങ്ങനെ തിളച്ച പാനിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബൂന്തി കുറച്ച് കുറച്ചായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും നമ്മൾ ബൂന്തി നന്നായി ആ പഞ്ചസാര പാനി അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കളറിന് വേണ്ടി ഞാൻ 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും ടേസ്റ്റിന് ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബൂന്തി കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കാം. ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ലഡു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രമായിട്ടോ മുന്തിരി മാത്രമായിട്ടോ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോഴത്തേക്കും നമ്മൾ ബൂന്തി നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കുറച്ചായി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഭയങ്കര സോഫ്റ്റിലിടാൻ വേണ്ടതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്രഷ് ചെയ്യുക. എല്ലാം ഒരു കടിക്കാനൊക്കെ കിട്ടുന്ന ടൈപ്പിൽ ഇടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. അങ്ങനെ നമ്മൾ എല്ലാ ബൂന്തിയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഒരു 2-3 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സ്കിപ്പ് ചെയ്താലും നെയ്യ് എന്തായാലും ചേർക്കണേ, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം. കാണാനൊരു ഭംഗിക്ക് എല്ലാം ഒരേ സൈസുള്ള ബോൾസ് ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. എനിക്ക് ചെറിയ രീതിയിൽ കോൾഡ് പിടിച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് അത്ര ഒരു ശരിയായിട്ടുണ്ടാവില്ല. എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാ ബോൾസും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ അതേ ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. അപ്പം എന്താ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.